ചാത്തുത്തി. ഒരു കാര്യം പറയട്ടെ. ഒരു ദിവസം ഞാൻ ബസ്സിൽ പോകുമ്പോഴേ ബസ്സിൽ നാട്ടിൽ വെച്ചിട്ട് ബസ്സിൽ കയറിയപ്പോൾ ഒരമ്മാമ്മ കണ്ടക്ടറോട് ചോദിക്കണ് അമ്മാമ്മേ അല്ല സോറി മോനെ, കണ്ടക്ടറോട് ഇട്ട അമ്മാമ്മ, മോനെ എവിടെയാ മോനെ കണക്കുണ ബാങ്ക് എന്ന്. അപ്പം അദ്ദേഹം ചോദിക്കണേ അമ്മാമ്മോട്, എന്താ മാമ എന്ത് ബാങ്ക് എന്ന്. എല്ലാവരും ശരിക്കും ബസ്സിലേട്ടാ. അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ അമ്മ കണക്കുണ ബാങ്ക് എവിടെയാ മോനെയും ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഈ കണ്ടക്ടർ അമ്മമ്മോട് പറയുന്നത് കണക്കുണ ബാങ്കല്ല അമ്മാമേ, കനറ ബാങ്ക് എന്ന്. ഭയങ്കര ചിരിയായിരുന്നു അമ്മാമ്മയ്ക്ക്. പക്ഷെ ഒന്നും അറിയില്ല പാവം. അത് അങ്ങനെ ചോദിച്ചു. എല്ലാവരും ചിരിക്കുമ്പോൾ അതിനൊന്നുമില്ല, ഒരു സംഭവം ഉണ്ടായിന്ന് പറയാം. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എസ്സേരി വെർബ് പഠിച്ചു അല്ലേ? മനസ്സിലായോ നിങ്ങൾക്കത്? മനസ്സിലായെന്ന് എൻ്റെ വിചാരം കേട്ടോ. ഇനി അടുത്തത് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ, നമ്മൾ വെറുതെ അങ്ങനെ ഷീക്കുന്നിട്ടൊരു കാര്യമില്ല. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവേരെ വെർബ് കേട്ടോ. എനിക്ക് ഏതാണ്ട് നിങ്ങൾ ഭയങ്കര സ്വന്തം പോലെ. ഇപ്പോൾ എൻ്റെ മുന്നിൽ ആരുമില്ലേ, പക്ഷേ എനിക്ക് എന്തോ നിങ്ങളുണ്ട് എൻ്റെ മുന്നിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അവേരെ വെർബ്. അവേരെ അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇറ്റാലിയൻ ലാംഗ്വേജിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വെർബുകളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട 2 വെർബുകളാണ് എസ്സെരെ എ അവേരെ. ഓക്കെ, ഈ അവേരെ എന്ന് പറയുന്ന വെർബ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഹാവ്. ഓക്കെ, അപ്പോൾ അവേരെ ടു ഹാവ് അല്ലേ? രണ്ടും പ്രസൻറ്റ് ടെൻസ് ആട്ടാ. എസ്സെരിയും പ്രസൻറ്റ് ടെൻസ് ആണ്, അതിന് ടു ബി ആണ്. ഇതും പ്രസൻറ്റ് ടെൻസ് ആണ്, ടു ഹാവ്. ഇനി അപ്പോൾ ടു ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക, ഉള്ളത്, എൻ്റെ കൈവശമുള്ളത്, എനിക്കുള്ളത്, എനിക്കുണ്ട്. ഇറ്റ്സ് ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അവേരെ വെർബ് നമ്മുടെ പൊസഷനെ കാണിക്കും. അവേരെ വെർബിലാണ് നമ്മുടെ പൊസഷൻ പറയുക. എന്ത്, നമുക്ക് ഏജ് പറയാം അല്ലേ? നമുക്ക് ഇത്രയും വയസ്സുണ്ട്, എനിക്ക് 20 വയസ്സാണ്, അല്ലെങ്കിൽ എനിക്ക് 50 വയസ്സാണ്, എനിക്ക് 60 വയസ്സാണ്, എനിക്ക് 60 വയസ്സുണ്ട് എന്നൊക്കെ പറയാമല്ലോ അത് അല്ലേ? ഒന്ന്. ഇനി ഇതിൽ പറയുന്നത് പൊസഷൻ, അതിൽ പ്രൊഫഷനെ പറയാം അല്ലേ? അപ്പോൾ ഇതിൽ പൊസഷൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്, എനിക്ക് കാറുണ്ട്, അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പാടുണ്ട്, പറമ്പുണ്ട്, വീടുണ്ട്, കൊട്ടാരുണ്ട്, എല്ലാം പറയാം ഇതിലല്ലേ? അത് ഒക്കെ അവേരിയിൽ പെടും. നമുക്കുള്ളത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ്, ഫിസിക്കൽ നീഡ്സ്, ശാരീരിക ആവശ്യങ്ങൾ. എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട് അല്ലേ? അത് ഈ അവേരയിലാണ് പെടുക, ആ വെർബുകൾ കേട്ടോ. പിന്നെന്തെന്നാ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ ഇതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് അവേരെ വെർബിൽ പെടുന്ന വെർബുകൾ. ഇനി ഇതിൽ ചലന വെർബുകളില്ല. ചലന വെർബുകൾ, മൂവിമെൻ്റ് വെർബുകളൊക്കെ പറഞ്ഞില്ലേ, അന്താരെ വെനീരെ എന്ന് പറഞ്ഞാൽ നടക്കുക, പോവുക, ആ വെർബുകളൊക്കെ എസ്സരയിലാണ് ഉള്ളത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഇതിലില്ല. ഇതിൽ 5 തരം വെർബുകൾ അതിലുണ്ട്. ആ 5 തരം നോക്കാം, അതിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ, എല്ലാത്തിനും സ്ഥിരീകരിച്ച് പോകണം. അപ്പോൾ ഒന്ന് മെയിൻ വെർബായിട്ട് പ്രവർത്തിക്കും. ഏത്? അവേരെ വെർബ് മെയിൻ വെർബായിട്ട് പ്രവർത്തിക്കും. 2 എങ്ങനെ പ്രവർത്തിക്കും? അതായത് ഓക്സിലറി വെർബ് പോലും പ്രവർത്തിക്കും. ഓക്സിലറി വെർബ് എന്തിനാ പ്രവർത്തിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പസാത്ത പ്രോസിം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസൊക്കെ ഉണ്ടല്ലോ, ആ ടെൻസിൻ്റെ സെൻറ്റൻസിനെ രൂപീകരിക്കാനാണ്. അതായത് വെർബിൻ്റെ 3rd ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് ഞാൻ അതിൽ പറഞ്ഞില്ലേ. അപ്പോൾ അതിലും ഇതിലും പ്രവർത്തിക്കും. എന്ത്? ഓക്സിലറി വെർബായിട്ട് പ്രവർത്തിക്കും. ഇനി 3ാമത്തെ കാര്യം ഇറഗുലർ വെർബാണ്. 3 ഇറഗുലർ വെർബാണ് എസ്സെരയും അവേരയും. ഇനി 4 റിഫ്ലെക്സീവ് വെർബ് എന്ന് പറഞ്ഞാൽ ആ വെർബ് സെക്ഷൻ ഇതിൽ കാണില്ല. ഓക്കെ, 5 അതായത് മൂവിമെൻ്റ് വെർബുകൾ, റിഫ്ലെക്സീവ് വെർബുകളൊന്നും ഇതിലില്ല എന്ന് ചുരുക്കം. 5 എന്താണ് ഞാൻ വേറൊരു വെർബും കൂടി, എസ്സെരെ ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഇതിൽ ട്രാൻസിറ്റീവ് വെർബാണ് ഇതിലുള്ളത്. കാരണം എന്താ? ട്രാൻസിറ്റീവ് വെർബ് ഇടാൻ കാരണം, അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൽ റിഫ്ലെക്സീവ് വെർബില്ല, ട്രാൻസിറ്റീവ് വെർബാണ് ഇതിൽ. അതിൽ ഇൻട്രാൻസിറ്റീവ് വെർബ്, അതിൽ റിഫ്ലെക്സീവ് വെർബ് ഉണ്ട്. ബാക്കി 3 രണ്ടിലും സെയിം ആണ്. ഏതൊക്കെ? മെയിൻ വെർബായിട്ട് നിൽക്കും, ഓക്സിലറി വെർബായിട്ട് നിൽക്കും, ഇറഗുലർ വെർബാണ്. മനസ്സിലായ? ഈസിയാണ്. നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വന്നാൽ, നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. മനസ്സ് വെച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. യെസ്, മനസ്സ് വെച്ചാൽ എല്ലാം കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് പേപ്പറില്ലേ, ലാംഗ്വേജ് പഠിക്കേ, ജോലിക്കെടുക്കും, ഉറപ്പാ. അപ്പോൾ അതൊന്ന് കേട്ടാ. ഇനി എസ്സരെ വെർബിൻ്റെ ഫോം ഞാൻ വെർബ് ഫോം പറഞ്ഞു അല്ലേ, അതുപോലെ തന്നെ അവേരയുടെ വെർബ് ഫോം ഞാൻ പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക, ആ ഫോം നിങ്ങൾ പഠിക്കുകയും ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ചെറിയ ചെറിയ സെൻറ്റൻസുകളായിട്ട് നമുക്ക് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നന്നായിട്ട് തന്നെ സംസാരിക്കണമല്ലോ, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇവരെന്നെ നമ്മളോട് ചോദിക്കും, ഓ ഇത്രയും വർഷം നിന്നിട്ട് ഒന്നും പഠിച്ചില്ലേ? ചില സമയത്ത് എനിക്ക് ഇവരോട് സംസാരിക്കുന്നതന്നെ. അല്ല, നിങ്ങളെന്ന് എൻ്റെ കൂടെ വാ, നാട്ടിൽ കൊണ്ട് നിർത്താൻ വരും, ഇവരൊന്നും നമ്മുടെ ഭാഷ പഠിക്കുമെന്നോ പഠിക്കില്ല. കട്ടിയ നമ്മുടെ ലാംഗ്വേജ് എങ്കിൽ പോലും ഇവർ പഠിക്കില്ല. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ അവേരയിൽ വെർബ് പോകാം കേട്ടോ. അതായത് ഐ ഹാവ് അല്ലേ, ടു ഹാവ് എന്ന് പറഞ്ഞാൽ അവേരെ ഐ ഹാവ് എന്ന് പറഞ്ഞാൽ ഇയോ ഓ എച്ച് സൈലൻ്റ് ആണ്. ഞാൻ പ്രൊനൗൺസിയേഷൻ തന്നിട്ടുണ്ട് ഞാൻ ABCD. ഹോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയ കിട്ടും, ചുട്ടപ്പെടാം. ഓ സൈലൻ്റ്, ഓ. അപ്പോൾ ഇയോ ഓ. അപ്പം നമ്മൾ യു ഹാവ് എന്ന് എങ്ങനെ പറയാ? ടു ഐ യു ഹാവ്. ഇനി ലൂയി ഹാസ്, ഹി ഹാസ് അല്ലെങ്കിൽ ഷീ ഹാസ്. അതെങ്ങനെ പറയും? ലൂയി HA ലേയി മനസ്സിലായ? ലൂയി ലേയി ഓക്കെ, കമോൺ ദെൻ. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഏത്? സിംഗുലാരയുടെ സ്റ്റെപ്പ് കഴിഞ്ഞു, ഫ്ലൂറാല്. ഓക്കെ, നോയ് അബിയാമോ. അതായത് വി ഹാവ് നോയ് അബിയാമോ. ഞങ്ങൾക്കുണ്ട്, നിനക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്, അവനുണ്ട്, അവൾക്കുണ്ട്. മനസ്സിലായോ? ഇതാണ് മലയാള അർത്ഥം, ഞാൻ വിട്ടുപോയി പറയാം. ഓക്കെ, സ്കൂസം ഇതാണോ. നെക്സ്റ്റ് പ്ലൂരാലെ യു ഹാവ് എന്ന് പറയാം അല്ലേ. യു ഹാവ് എന്ന് പറയുമ്പോൾ വോയ് അവേത്തെ. ഓക്കെ, നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ പറയാം അവർക്കുണ്ട് എന്ന് പറയും അല്ലേ. ദേ ഹാവ്. ഏതെങ്ങനെ പറയും ദേ ഹാവ് എന്ന്? ലോറോ ആന്നോ. മനസ്സിലായ? ഇതാണ് ഇന്നത്തെ നമ്മുടെ അവേരയുടെ വെർബ് ഫോം. ഒന്നും കൂടി ഞാൻ പറയാം. അതായത് ഇയോ ഓ, തു ഐ, ലൂയി ലേയി ഇനി നോയ് അബിയാമോ, വോയ് അവേത്തെ, ലോറോ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് കേട്ടാ. ലോറോ ആന്നോ. മനസ്സിലായ? അപ്പം ഇങ്ങനെ പഠിക്കണം. അപ്പോൾ എന്താണ്? എനിക്കുണ്ട്. മറ്റേതിൽ ഞാനാണ്, നീയാണ്, അവളാണ്, അവനാണ്, നിങ്ങളാണ്, ഞങ്ങളാണ്, അവരാണ്. ഇതിൽ പറയുമ്പോൾ എനിക്കുണ്ട്, നിനക്കുണ്ട്, അവനുണ്ട്, അവൾക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, അവർക്കുണ്ട്. ഇതാ വേറെ. ഓക്കെ, മറക്കരുത്. നിങ്ങളിതിൻ്റെ ഫോം ഒന്ന് പഠിച്ചെടുത്താലാ പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഭയങ്കര ഈസി. ഇത് ഞാൻ കഷ്ടപ്പെട്ടിട്ട് പ്രിപ്പയർ ചെയ്യണത്. നിങ്ങൾ പഠിക്കണം. തെറ്റുകൾ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, ഒന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ അല്ലല്ലോ ജനിച്ചു വളർന്നത്. അങ്ങനെ ആരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളിത് പഠിക്കണം. നിങ്ങളിത് പഠിച്ച് നിങ്ങൾ ജോലി ചെയ്യണത്തൊക്കെ ഈ ലാംഗ്വേജ് യൂസ് ചെയ്യണം. അങ്ങനെ മിടുക്കന്മാരും മിടുക്കികളായിട്ട് മുന്നോട്ട് വരണം നമ്മൾ കേട്ടാ. ഓക്കെ, ciao, ci vediamo next video. Sorry for disturbing. ലോങ് ആവേണ്ട വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു. ciao.